സിനിമാ പ്രാന്തൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രാന്തൻ കണ്ട സിനിമ പവി കെയർടേക്കർ എന്ന ദിലീപ് ചിത്രമാണ്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് ദിലീപ് ചിത്രം എന്ന് തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. ഡിയർ ഫ്രണ്ട് എന്ന സിനിമയ്ക്ക് ശേഷം വിനീത് കുമാർ ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രം. ദിലീപ് എന്ന ആക്ടറിനെ കൃത്യമായി യൂസ് ചെയ്ത ഒരു ചിത്രം എന്ന് തന്നെയാണ് ഇതിനെപ്പറ്റി പറയാൻ. കാരണം ഇമോഷണലി തൻ്റെ പ്രേക്ഷകനുമായി കണക്ട് ചെയ്യാനുള്ള ദിലീപിൻ്റെ ആ ഒരു കഴിവിനെ അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് വിനീത് എന്ന ഡയറക്ടർ. പ്രത്യേകിച്ച് ഇതിലെ സെക്കൻഡ് ഹാഫ്, ഇതിൽ ഒരുപാട് ലവ് ട്രാക്കുകൾ പോകുന്നുണ്ട്. ഇതിൽ പ്രേക്ഷകനെ കൃത്യമായി ഹുക്ക് ചെയ്യുന്ന എന്തൊക്കെയോ ഘടകങ്ങൾ ഡയറക്ഷൻ സൈഡിലും റൈറ്റിംഗ് സൈഡിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു വിരസതയില്ലാതെ കണ്ടിരിക്കാൻ പ്രേക്ഷകനെ അത് പരുവപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ഹ്യൂമൻ ഇമോഷൻസിനെ കൃത്യമായി യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം ഒരു 35 to 45 വയസ്സ് ഉള്ള ഒരു ആളുടെ അല്ലെങ്കിൽ നായക കഥാപാത്രമാണ് ദിലീപ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. കല്യാണമൊന്നും കഴിക്കാത്ത അവിവാഹിതനായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു പെൺകുട്ടി. അദ്ദേഹത്തെ തപ്പിയുള്ള ഒരു യാത്രയാണ്. എന്താണെന്നറിയാനുള്ള, എങ്ങനെയാണെന്നറിയാനുള്ള, ആരാണെന്നറിയാനുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയാണ് പവി കെയർടേക്കർ എന്ന ഈ ചിത്രം. അതിൽ പ്രേക്ഷകനെ ചിത്രം എൻഗേജ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതിലാണ് എനിക്ക് ഏറ്റവും വർക്കായ ഒരു കാര്യം. പിന്നീട് ഇതിലെ സെക്കൻഡ് ഹാഫിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ നായയുടെ ഒരു സീനുണ്ട്. ബ്രോ എന്നാണ് നായക്കുട്ടിയുടെ പേര് അതിൽ വിളിക്കുന്നത്. ഭയങ്കര രസമാണ്. എപ്പോഴും നായയും മനുഷ്യനും തമ്മിലുള്ളൊരു ബോണ്ടിങ് ഉള്ള ചിത്രം വരുമ്പോൾ അത് ഭയങ്കര പേഴ്സണലി കണക്റ്റ് ആവാറുണ്ട്. ഈ ചിത്രം ഭയങ്കര എൻ്റെ കണ്ണു നനയിപ്പിച്ച ഒരു സീൻ അതാണെന്ന് വേണം പറയാൻ. കോമഡി മാത്രമല്ല, ഇമോഷൻ വളരെ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന, വൃത്തിക്ക് നമ്മുടെ ഇടയിലേക്ക് എത്തിക്കുന്ന ഒരു ആക്ടറാണ് ദിലീപ്. അത് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന ഉറപ്പ് എനിക്ക് തരാൻ പറ്റും. പിന്നീടുള്ളത് ഇതിൻ്റെ ഒരു മ്യൂസിക് സൈഡാണ്. വളരെ ഗംഭീരമായി അനുഭവപ്പെടുന്ന മ്യൂസിക്. ഒരുപക്ഷെ ഈ സിനിമ ഒരു തിയേറ്റർ വാച്ച് സിനിമയാക്കാനുള്ള മെയിൻ ഘടകവും അത് തന്നെയായിരിക്കാം. ഇതിലെ ലവ് ട്രാക്കുകളും ഈ പറഞ്ഞ ഈ നായക്കുട്ടിയുമായിട്ടുള്ള ഇമോഷൻ രംഗങ്ങളൊക്കെ വളരെ കൃത്യമായി കണക്ട് ചെയ്യാനായിട്ട് മ്യൂസിക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മിഥുൻ മുകുന്ദനാണ് ചിത്രത്തിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. രാജേഷ് രാഘവനാണ് ഈ ചിത്രത്തിൻ്റെ റൈറ്റർ. അരവിന്ദിൻ്റെ അതിഥികളൊക്കെ എഴുതിയ റൈറ്ററാണ്. വളരെ ഗംഭീരമായിട്ട് തന്നെ ലവ് ട്രാക്കുകളും ഇമോഷണൽ സീനുകളും വളരെ ഗംഭീരമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടെന്ന് തന്നെ പറയണം. പിന്നെ ഇതിൽ ജോണി ആൻ്റണി പ്ലേ ചെയ്ത റോള്, രാധിക ശരത്കുമാർ പ്ലേ ചെയ്ത റോള്, ഇതൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ അവരുടെ ഭാഗം കൃത്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൻ്റെ DOP കൈകാര്യം ചെയ്തിരിക്കുന്നത് സാനു താഹിറാണ്. വളരെ ഗംഭീരമാണ്. ചിലയിടത്ത് നൈറ്റ് ഷോട്ടുകളിൽ ഗ്രെയിൻസ് വല്ലാണ്ട് ബാധിച്ചിരുന്നു. പക്ഷെ അത് ഒരിക്കലും പ്രേക്ഷകൻ്റെ ആസ്വാദനത്തെ ബാധിച്ചതായി തോന്നിയില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ പവി കെയർടേക്കർ എന്ന ചിത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു ഇമോഷണൽ ഫാമിലി എൻ്റർടൈനർ എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഈ ആഴ്ച ഫാമിലിയൊക്കെ ആയിട്ട് ഒരു റിലീഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ചിത്രം കാണാൻ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് പവി കെയർടേക്കർ. എന്തായാലും ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ചിത്രം തന്നെയാണ് പവി കെയർടേക്കർ. ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്താം. മറ്റൊരു ചിത്രമായി വീണ്ടും കാണാം.